ലോകമെന്ന് ഗുരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേകി തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ മാർക്കറ്റ് ഓപ്പണായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്ററായി. ഈ ഗ്യാപ് ഡൗൺ ആയിരുന്നു ഓപ്പൺ ആയത്. എന്നിട്ട് ഇവിടെ ചെറിയ വാപ്പിലൊരു ചെറിയ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എൻ്ററായി. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിൽ പിന്നെയും കുറച്ച് സെല്ലേഴ്സിന് ഇൻവൈറ്റ് ചെയ്ത് തിരിച്ചത് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 3700 ഒക്കെ ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. എന്താവും നോക്കാം. ഞാൻ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഒരു വലിയൊരു റീട്രേസ്മെൻ്റ് ഒന്നും ഇല്ലാതെയാണ് ഫുള്ള് ഫോളോ ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ കംപ്ലീറ്റ് റേഞ്ചിൻ്റെ ഒരു 50% ഒക്കെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. അതുവരെ പോവുക അറിയില്ല. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് വരികയാണ്, നല്ല മൊമെൻറ്റത്തിൽ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഹോൾഡ് ചെയ്യും. അല്ല ഇവിടെ എവിടെയെങ്കിലും സൈഡ് വേസ് ആവുക തിരിച്ച് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത്യാവശ്യം ഒരു 2400 2500 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നോക്കാം. ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്ന് ഈ ഒരു ഹൈ ടാർഗറ്റാക്കി വെച്ചത്. അപ്പം അതിൻ്റെ ജസ്റ്റ് അടുത്ത് വരെ എത്തിയിട്ട് റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എത്തിയിട്ട് റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ അതിനൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ബ്രേക്ക് ചെയ്യണത് വെയിറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും, ചിലപ്പോൾ ബ്രേക്ക് ചെയ്യില്ല. ബ്രേക്ക് ചെയ്തിട്ടില്ല ഇനി അടുത്ത ഒരു ക്യാൻഡിലും കൂടി റെഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസിൽ എക്സിറ്റ് ആവാം. അല്ല ഇതന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇത് ഞാൻ ഈ ട്രേഡ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തായിരുന്നു ട്രേഡ് എടുക്കാനുള്ള ഒരു ലോജിക്ക് എന്നുള്ളത്. നിഫ്റ്റിയും അതുപോലെ തന്നെ. നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. നിഫ്റ്റി ഇപ്പോഴും പതിയെ പതിയാണ് പോണത്. നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് വന്നിരിക്കണം. കോൾ സൈഡിൽ ഷോർട്ട് പോയവരൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൊമെൻ്റ് ഇങ്ങനെ വന്നത്. ഞാൻ ബാങ്ക് നിഫ്റ്റി ഈ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നിഫ്റ്റി റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്കങ്ങ് പോയി. ഇതുണ്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നിഫ്റ്റി രണ്ട് മൂന്ന് ക്യാൻഡിൽ ഇതാ നല്ല പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഈ ഒരു ഹൈ പോലും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ബ്രേക്ക് ആകുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ 16,000 ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ മറ്റേ പരിപാടി തുടങ്ങി സ്ട്രീം എന്നാ പറയുന്നത്, ഈ ലൈവ് ട്രേഡ് തുടങ്ങിയിട്ട് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ പ്രോഫിറ്റാണെന്ന് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഹൈ അങ്ങ് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് നൈസിൽ എക്സിറ്റ് ആവാം. പക്ഷെ ആ ഹൈ ബ്രേക്ക് ആവുന്നില്ല, അതാണിപ്പോൾ മെയിൻ പ്രശ്നം. ഇപ്പോഴും അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ ഈ ഹൈ ഇപ്പോഴും ബ്രേക്ക് ആയിട്ടില്ല. ഇതാണ് 50%-ൻ്റെ ലെവൽ. നിഫ്റ്റിയിൽ ഈ ബ്ലൂ ലൈനാണ് 50%. ഈ ബ്ലൂ ലൈനാണ് ഇതിൽ 50%, ഈ ബ്ലൂ ലൈനാണ് ഇതിൽ 50%. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഹൈ മാർക്ക് ചെയ്തതാണ്. 50% വരെ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു ഹൈൻ്റെ ഇവിടെ എത്തുമ്പോൾ നല്ല പ്രോഫിറ്റ് ആണെന്നുള്ള എക്സിറ്റ് ആണെന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്താലും മതി. ഇത് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു മൊമെൻറ്റം ഇത് വരും. അപ്പോൾ നമുക്ക് നൈസിൽ എക്സിറ്റ് ആവാം. ബ്രേക്ക് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഹോൾഡ് ചെയ്യണോ? 19 സീന് മാനി. എന്ത് കളിയാണ് ഇതൊക്കെ. ഇത് ബ്രേക്ക് ചെയ്തു. നമുക്ക് എന്തായാലും ഒരു 19 ഇറങ്ങി കേട്ടാ. 18 ഇതാണ് 50%. 50%ക്ക് എത്തിയില്ല, അതിൻ്റെ അടുത്തെത്തി. നമുക്ക് എന്തായാലും ഇത്ര നേരം വെയിറ്റ് ചെയ്തല്ലേ, ഈ 50%-നെ ടച്ച് ചെയ്യുമ്പോൾ നൈസിൽ എക്സിറ്റ് ആയ.
താഴെ വരുന്നുണ്ട്. നിഫ്റ്റി കുറച്ച് താഴത്തേക്ക് വരുന്നുണ്ട്. 50% ഭയങ്കര അടുത്തെത്തി. ഇത് ജസ്റ്റ് ഒന്ന് ഒരു മൊമെൻറ്റത്തിൽ പോയി ടച്ച് ചെയ്യുമെന്ന് തോന്നുന്നില്ല. രണ്ടും താഴത്തേക്ക് വരുന്നുണ്ട്. 16,800 17 എന്ത് ചെയ്യും? ഈ ഹൈ ബ്രേക്ക് ചെയ്തല്ലേ? ഇവിടെ എന്താ ബ്രേക്ക് ചെയ്ത്? ഇവിടെ ഈ ഒരു ഹൈ വരെ എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൊമെൻറ്റത്തിൽ ഈ ബ്ലൂ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവാം. ഈ ബ്ലൂ ലൈൻ ഇപ്പോൾ പ്രീവിയസ് ഡേൻ്റെ ഒരു VWAPൻ്റെയും സപ്പോർട്ട് വരും. എത്ര 17 എത്തി. 19 കാണിച്ചതായിരുന്നു. 16 ഒരു വിക്ക് വന്നു നല്ലോണം. എത്ര ടൈമുണ്ട്? 42 സെക്കൻഡ് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് രണ്ടിന്നേ 6,500 ക്വാണ്ടിറ്റി തന്നെ ഉള്ളു അല്ലേ? ഒരു ക്വാണ്ടിറ്റി സെല് ചെയ്യാം. ഇതിന്നും ഒരു ക്വാണ്ടിറ്റി സെല് ചെയ്യാം. സെല്ലായില്ലേ? ഓരോ ക്വാണ്ടിറ്റി ഉള്ളു രണ്ടിലും കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്നുണ്ടല്ലോ. 14 സീന്. എന്തായാലും പകുതി ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നോക്കാം. വേണ്ട, ഫുള്ള് ഇതാക്കാം. എന്നിട്ട് കാര്യമില്ല. എന്താണിത്? ഓക്കെ, 12,600 19 വരെ പോയത്. ഭാഗ്യമല്ല പറഞ്ഞില്ല, 19 വരെ പോയി. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ തിരിച്ചു കയറുന്നുണ്ടോ? അല്ല, ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ ഹൈ അല്ലെങ്കിൽ ഈ 50% വരെ പോകുമെന്ന് വിചാരിച്ചു. ഒരു 50% ജസ്റ്റ് ഇതുവരെ എത്തിയിട്ട് തിരിച്ചു വന്നപ്പോഴേ ഒരു സുഖമല്ല. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് മോർ ദാൻ ഇനഫ് കിട്ടിയിരിക്കണം. ബാക്കി നമ്മളൊരു ചെറിയ ഗാമ്പിൾ ചെയ്യുന്നതാണ്. എക്സ്റ്റെൻഡ് ആവുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് എത്ര? 12,639. ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞുതരാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സൈക്കോളജിക്കലാണ്. ഇപ്പോൾ ഇന്നലത്തെ ദിവസം ഫുള്ള് സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷിൻ്റെ ബാക്കിലുള്ള മെയിൻ പോയിൻ്റ് എന്താണെന്നൊന്നും ചിന്തിക്കാതെ ഇത് വലിയൊരു മാർക്കറ്റ് ക്രാഷാണ്, അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കുറേ ആൾക്കാർ സെല്ല് ചെയ്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗണും കൂടി വരുമ്പോൾ അവരത് കൺഫേം ചെയ്യുകയും ചെയ്യും. ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്, ഇന്നും ഇന്നലത്തെ പോലെ സെല്ലിങ് തന്നെ ആയിരിക്കും ചോദിച്ചാൽ കിട്ടിയ സ്ഥലത്തൊക്കെ അവർ സെല്ല് ചെയ്യാൻ നോക്കും. അപ്പോൾ അതാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. പക്ഷേ ആക്ച്വലി ഇവിടെ ഇന്നലൊക്കെ നടന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ FI ഇത് തിരിച്ച് മുകളിൽ കയറുന്നുണ്ട് കേട്ടോ. FIDI ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ റൂള് വന്നിട്ടുണ്ടായിരുന്നില്ല, മറ്റേ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടില്ലേ. അപ്പോൾ ഇത് FIIs ഇന്നലെ ബൈ ചെയ്തതും സെല്ല് ചെയ്തതുമാണ്. അപ്പോൾ ഇവർ ഇന്നലെ
29,000 crore സംതിങ് സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ 26 ഇവർ ബൈ ചെയ്യും ചെയ്തിട്ടുണ്ട്. സെയിം ഡി ഐ ആണെന്നുണ്ടെങ്കിലും 14 സെല്ല് ചെയ്തിട്ടുണ്ട്, 14,800 സംതിങ് ഇതാക്കിയിട്ടുണ്ട്. ഓവറോൾ കുറച്ച് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ബൈ ചെയ്ത് തിരിച്ച് സെല്ല് ചെയ്ത് തിരിച്ച് ബൈ ചെയ്യും. അപ്പോൾ ഒരു റീപൊസിഷനിങ് ആണ് നടന്നിട്ടുള്ളത്. മീൻസ് അവർക്ക് സ്റ്റോക്ക് വേറെ ലെവലിൽ നിന്ന് മേടിക്കേണ്ടതും ഇതാക്കേണ്ടതും ഒന്ന് റീഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലിങ്ങും ബൈയിങ്ങും നടന്നിരിക്കുന്നത് ഇന്നലത്തെ ദിവസം. അല്ലാതെ വലിയൊരു ക്രാഷൊന്നും അല്ല. അപ്പോൾ ആൾക്കാർ സെൻറ്റിമെൻ്റൽ വൈസ് നോക്കുമ്പോൾ അതാണ്ട തിരിച്ച് മുളക്കുമെന്ന്. ഇതിഞ്ഞ് 5,500 ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനിയിപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ക്രാഷാണ്, ഇന്നും ഇതിൻ്റെ ബാക്കി സെല്ലിങ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ആ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു മൂവ് വന്നത്. ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാർ ഇന്ന് രാവിലെ സെല്ല് ചെയ്തത്, രാവിലത്തെ സെല്ലിങ് എനിക്കെങ്ങനെ ഒരു ചെറിയ ക്ലൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ രാവിലെ ഇവിടെ ഒരു സെല്ലുണ്ടായി, ഈ ലോ ബ്രേക്ക് ചെയ്തു നിഫ്റ്റിയിൽ ഈ ലോ ബ്രേക്ക് ചെയ്തു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ അതുപോലെ നല്ല റെഡ് ക്യാൻഡിൽ വന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു സെയിം ടൈമിൽ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റർ ചെയ്തത്. ഇവിടെ അല്ല, കുറച്ച് മുകളിലേക്ക് പോയിക്കണം. ഞാൻ സ്ട്രൈക്ക് പ്രൈസൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് മുകളിലേക്ക് പോയി. എന്നാലും എൻ്റെ ടാർഗറ്റ് പറഞ്ഞത് നമ്മുടെ ഈ ഫിബിൻ്റെ ഹൈറ്റിലോ ആകുമ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്താലും അത്യാവശ്യം ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടല്ലോ ഇതിന്. എന്താ പറയുക, നമുക്ക് ടാർഗറ്റിന് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്തത്. സെയിം നിഫ്റ്റിയിലും അതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു 50% ടാർഗറ്റ് റീട്രേസ്മെൻറ്റ് ഇന്നലെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ആ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ ഒരു സ്വിങ് വരച്ചിട്ട് അതിൻ്റെ ഈ 5 ആണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. ഉണ്ടോ സെയിം ഇതേപോലെ തന്നെ ഇപ്പുറത്തെ നിഫ്റ്റിയിലും ഒരു 50% ടാർഗറ്റാണ് വെച്ചത്. ഇതിപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റൊക്കെ സെറ്റ് ആയതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് ഗൈസ്. ജി ബോയ്സ്.